ഹലോ, അപർണ ഹിയർ. അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന പാഠഭാഗത്തിന്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുൻപിലത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കേരള PSCക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഹോട്ട് ടോപ്പിക്സ് വരുന്ന SCRT ചാപ്റ്റേഴ്സ് ഈ വീഡിയോ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നമ്മൾ ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ കണ്ടതാണ്. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്നാണ്? 1600-ലാണ്. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം ഫാക്ടറി സ്ഥാപിച്ചു. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. അപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757-ലെ പ്ലാസി യുദ്ധത്തിലൂടെയാണ്. പ്ലാസി യുദ്ധം നടക്കുന്നത് എന്നാണ്? 1757. ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ബംഗാളിന്റെ ഭരണം പിടിച്ചെടുക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. എന്താ ചെയ്തത്? ബംഗാളിലെ ഭരണം പിടിച്ചെടുത്തിട്ട് അവിടെയുള്ള ഭൂനികുതിയിലെ ആ ഭൂനികുതി എടുത്ത് ബ്രിട്ടീഷുകാർ അവരുടെ സൈനിക ശക്തി മെച്ചപ്പെടുത്തി. മാത്രല്ല, രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ, ഏതൊക്കെയാണ്? ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷൂജ ഉദ് ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. ബക്സാർ യുദ്ധം അല്ലെ? ബക്സാർ യുദ്ധം, അതായത് ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനിക്ക് കിട്ടി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം എന്തായി? ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷൂജ ഉദ് ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളുടെ ആധിപത്യം നേടിക്കൊണ്ട് ഭരണകാര്യങ്ങളിൽ കമ്പനി ഇടപെടാനിടയായ സാഹചര്യം എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ മദ്രാസും ബോംബെയും കൽക്കട്ടയൊക്കെ പിടിച്ചെടുത്തത് എന്നിവിടെ പറയുന്നുണ്ട്. നോക്കിയേ, 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ആർക്ക് വിട്ടുകൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. ഓക്കെ അല്ലേ? എന്നാണ് 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണം എന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ആരാണ്? ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് അങ്ങോട്ട് കൊടുത്തു. ഇനി 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ഇത്? ബോംബെ. അന്നത്തെ കാലത്ത് കിട്ടിയ സ്ത്രീധനമാണ് ബോംബെ. ആർക്ക്? ചാൾസ് രണ്ടാമന്. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ ആര് വിവാഹം ചെയ്തു? ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമൻ വിവാഹം ചെയ്തു. അതിന് ഉപഹാരമായിട്ട് ചാൾസ് രണ്ടാമന് കിട്ടിയതാണ് ബോംബെ എന്ന് പറയുന്ന പ്രദേശം. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചാൾസ് രണ്ടാമൻ കൈമാറി.
ഓക്കെ അല്ലേ? ഇനി 1698 സുതനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ. സുതനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണേത്? വില്യം കോട്ട. വില്യം കോട്ട. ഫോർട്ട് വില്യം. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി. എന്നിട്ടോ കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. 1698 സുതനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണേത്? വില്യം ഫോർട്ട്. വില്യം ഫോർട്ട്. വില്യം കോട്ട എന്ന് പറയുന്നത്. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. ഇപ്പൊ നിങ്ങളോടൊരു ചോദ്യം, നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. വില്യം കോട്ടയുടെ പുതിയ പേരെന്താണ്? വില്യം കോട്ടയുടെ പേര് മാറ്റിയിട്ടുണ്ട്. പുതിയ പേര് എന്താണ് എന്നൊന്ന് കമന്റ് ചെയ്തേ. ഇനി എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. ഇങ്ങനെ പറഞ്ഞത് ആരാ? റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ആണ് പറഞ്ഞത്, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഇനി ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം ഒരു കാരണമാണ്. പിന്നെ ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ മറ്റൊരു കാരണമാണ്. എന്തിന്? ഇന്ത്യയെ പിടിച്ചടക്കാൻ ബ്രിട്ടീഷുകാർക്കുള്ള കാരണമാണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യവും അതുപോലെ ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യയും. ഇനി നാട്ടുരാജ്യങ്ങളും കമ്പനിയും എന്താണ് ഇവിടെ പറയുന്നത്? ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെ നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ആംഗ്ലോ മൈസൂർ വാർ. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധം. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. എന്നിട്ടോ 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4-ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ആരെ പരാജയപ്പെടുത്തി? ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി വധിച്ചതോടെ മൈസൂർ ആരുടെ കയ്യിലായി? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഓക്കെ അല്ലേ? ഇനിയോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ്. 3-ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ്? ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായിട്ട് അവര് ചില മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു. അതെന്താണ്? ആ മാർഗങ്ങൾ എന്താണ്? അവരെങ്ങനെയാണ് പരമാവധി സമ്പത്ത് കൈക്കലാക്കിയത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഉപകാരപ്പെടും എന്നുള്ള ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇത്രയും കേട്ട് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്